സ്പോട്ട് ലൈവ് തുടരുന്നു. തിരുവനന്തപുരം വർക്കല ഇടവയിൽ തെരുവ് നായ്ക്കളോട് ക്രൂരത. നായ്ക്കളുടെ കൈകാലുകൾ കിട്ടിയ ശേഷം ടാറിൽ മുക്കി. കഴിഞ്ഞ ദിവസമാണ് അവശനിലയിൽ നായ്ക്കളെ കണ്ടെത്തിയത്. മൃഗസ്നേഹിയായ റഷ്യൻ വനിത പോളിനെയും സഹായിയും എത്തിയാണ് നായയെ മൃഗഡോക്ടറുടെ അടുത്തെത്തിച്ചത്. ഈ നായയെ കണ്ടതിന് 200 മീറ്റർ അകലെയായി കൈകാലുകൾ കെട്ടി ടാറിൽ മുക്കിയ ശേഷം മരത്തിൽ കെട്ടിയിട്ട നിലയിൽ മറ്റൊരു നായയെയും നാട്ടുകാർ കണ്ടെത്തിയിരുന്നു. ഇതിനെയും പോളിയുടെ നേതൃത്വത്തിൽ ചികിത്സിച്ചു വരികയാണ്. Закушай. Иди, сейчас я возьму. Закушечка, сейчас. Every year many parties. Nidya! Don't hurt me because door open. So we go in bed and I come back. വാർത്തയുടെ വിശദാംശങ്ങളുമായി അഭിലാഷ് ചേരുന്നുണ്ട്. അഭിലാഷ്, നമുക്കറിയാം ഈ തിരുവനന്തപുരം വർക്കല ഉൾപ്പെടുന്ന സ്ഥലങ്ങളിൽ തെരുവുനായ ശല്യം, തെരുവുനായ ആക്രമണമൊക്കെ രൂക്ഷമാണ്. പക്ഷേ ഈ രീതിയിൽ ഈ മിണ്ടാപ്രാണികളോട്, തെരുവുനായ്ക്കളോട് ക്രൂരത കാട്ടിയ സംഭവങ്ങളൊക്കെ നമ്മൾ ഈ അടുത്ത കാലത്തൊന്നും കേട്ടുകേൾവില്ലാത്തതാണ്. ഏതെങ്കിലും ഈ തെരുവുനായ ശല്യം മൂലം അവിടുത്തെ നാട്ടുകാർ തന്നെയാണോ ഇങ്ങനെ ഈ നായ്ക്കളെ കൈകാലുകൾ കെട്ടിയ ശേഷം ടാറിൽ മുക്കി ക്രൂരമായി അവരെ ഉപദ്രവിച്ചത്? ഇത്തരത്തിൽ തന്നെയാണ് ഈ പരാതി ഇപ്പോൾ ഈ വനിത നൽകിയിട്ടുണ്ട്. ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് പ്രാഥമികമായി പറയുന്നത് ഈ പ്രദേശത്തുള്ളവർ ആരെങ്കിലും തന്നെ ആകാം ഈ ഇത്തരത്തിൽ ഒരു ക്രൂരത ചെയ്തതെന്നാണ് പോലീസ് പറയുന്നത്. എന്തായാലും വളരെ ക്രൂരവും വളരെ ദയനീയവുമായൊരു സംഭവമാണ് വർക്കലയിൽ ഉണ്ടായത്. ഈ മിസ്കിൻ തെരുവ് എന്ന ഭാഗത്താണ് ഈ കഴിഞ്ഞ ഒരാഴ്ച മുമ്പ്, കൃത്യമായി പറഞ്ഞ കഴിഞ്ഞ ബുധനാഴ്ചയാണ് ഈ ശരീരമാസകലം നായയെ ടാറിൽ മുങ്ങിയ നിലയിൽ നാട്ടുകാർ കണ്ടെത്തിയത്. ഈ സ്ഥലത്തെത്തിയ വിദേശ വനിത, കഴിഞ്ഞ 10 വർഷക്കാലമായി ഇവിടെയുള്ള ഈ വിദേശ വനിത, റഷ്യൻ സ്വദേശിനി അവൾ പോളിന എന്ന ഈ വിദേശ വനിതയാണ് ഈ നായയെ ഏറ്റെടുത്തത്. നായയെ വീട്ടിൽ കൊണ്ടുപോയി പരിചരിച്ച ശേഷം കഴിഞ്ഞ 2 ദിവസം മുമ്പാണ് അടുത്ത വളരെ ദയനീയമായ ഒരു കാഴ്ച. ഈ നായയുടെ 2 കാലുകളും ബന്ധിച്ച്, കൂടാതെ ഈ ടാറിൽ മുക്കിയ ശേഷം സമീപത്തുള്ള മരത്തിലും ബന്ധിച്ച നിലയിലാണ് അടുത്ത നായയെ കണ്ടെത്തിയത്. ഈ നായയെയും പോളിനെയാണ് ഏറ്റെടുത്ത് ഇപ്പോൾ സംരക്ഷിച്ച് വരുന്നത്. അതിനുശേഷം പോളിനെ തന്നെയാണ് വർക്കല അയിരൂർ സ്റ്റേഷനിൽ പരാതി നൽകിയത്. പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് ഇപ്പോൾ കേസെടുത്തിട്ടുണ്ട്. എന്തായാലും ഈ പ്രദേശവാസികൾ തന്നെ ആകാം എന്ന നിലയിൽ തന്നെയാണ് പോലീസിന്റെ ആദ്യ നിഗമനം. മാത്രമല്ല ഈ പ്രദേശത്ത് ഇപ്പോൾ റോഡിന്റെ മെയിന്റനൻസ് ജോലികൾ നടക്കുന്നുണ്ട്. ഇതിനായി ടാർ ഉൾപ്പെടെയുള്ള സാധനങ്ങൾ ഇറക്കിയിട്ടുണ്ട്. ഈ ടാർ വീപ്പകളിലെങ്ങാനും ഈ നായയെ പിടികൂടിയ ശേഷം മുക്കി അതിനുശേഷമായിരിക്കും ഈ ക്രൂരതയിലേക്ക് എത്തിച്ചതെന്നാണ് പോലീസ് ഇപ്പോൾ പറയുന്നത്. ഈ നിയമ നടപടിയുമായി പോളിന് തന്നെയാണോ മുന്നോട്ട് പോകുന്നത്? കാരണം നമുക്കറിയാം അവിടെ നിരവധി ഈ തെരുവ് നായ്ക്കളുടെ അടുത്ത് പോയി പോളിന ഇടപെടുന്നുണ്ട്. അതിൽ ഒരു നായയെ ഈ പരിക്കേറ്റ നിലയിൽ കണ്ടെത്തിയ, ഗുരുതരാവസ്ഥയിൽ കണ്ടെത്തിയ നായയെ ഈ ചികിത്സയ്ക്ക് വേണ്ടി കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളാണോ നമുക്ക് കാണാൻ കഴിയുന്നത്? അതെ, തീർച്ചയായും കഴിഞ്ഞ 10 വർഷത്തോളമായി ഈ പോളിന എന്ന് പറയുന്ന റഷ്യൻ സ്വദേശിനിയായി ഈ വനിത ഇവിടെ വർക്കലയിലുണ്ട്. വർക്കല സ്ഥിര താമസമാണ്. ഈ വർക്കല ഭാഗത്തുള്ള ഒട്ടുമിക്ക പ്രദേശങ്ങളിലും പോളിനെ എത്തി ഈ തെരുവ് നായ്ക്കൾക്ക് ആഹാരം കൊടുക്കുന്നതും മറ്റും നാട്ടുകാർക്കെല്ലാം സ്ഥിരം കാഴ്ചയാണ്. മാത്രമല്ല പരിക്കേറ്റ് റോഡിൽ കഴിയുന്ന നായ്ക്കളെ ഈ വീട്ടിലേക്ക് കൊണ്ടുപോയി, താമസ സ്ഥലത്തേക്ക് കൊണ്ടുപോയി ചികിത്സിക്കുന്നതും നേരത്തെ തന്നെ ചെയ്യുമായിരുന്നു. ഇത്തരത്തിലാണ് ഈ നായയെയും കൊണ്ടുപോയത്. ശരീരത്തിൽ ആകമാനം ഏകദേശം 70% ഈ നായയുടെ ശരീരത്തിൽ ടാറിന്റെ അംശം ഉണ്ടായിരുന്നു. ഇത് മുഴുവനും ആദ്യം കണ്ടെത്തിയ നായയിൽ നിന്ന് മുഴുവനും ഏകദേശം പൂർണ്ണമായും തന്നെ ഇത് കഴുകി മാറ്റി. എന്നാൽ ആ സമയത്ത് ഈ പോളിന പരാതി കൊടുക്കാൻ വേണ്ടി തയ്യാറായില്ല. എന്നാൽ വീണ്ടും ഇതേ രീതിയിൽ അല്ലെങ്കിൽ അതിനേക്കാൾ ക്രൂരമായ രീതിയിൽ ഈ ഒരു രീതി സംഭവിച്ചതോടെയാണ് പോലീസിലേക്ക് പരാതി നൽകാമെന്ന തീരുമാനത്തിലേക്ക് പോളിനെ എത്തിയതും ഇപ്പോൾ പരാതിയിലേക്ക് പോയിരിക്കുന്നത്. അഭിലാഷ് ആറ്റിങ്ങലാണ് വിവരങ്ങൾ നൽകിയത്. വളരെ ക്രൂരതയാണ് ഈ തെരുവുനായ്ക്കളോട് കാണിച്ചത്. ഒരുപക്ഷെ നമ്മൾ മലയാളികൾ പോലും കാണിക്കാത്ത ആ ഒരു മൃഗസ്നേഹമാണ് ഈ റഷ്യൻ യുവതിയുടെ ഭാഗത്തുനിന്നുണ്ടായത്. അവിടുത്തെ നാട്ടുകാരാണ് തെരുവ് നായ്ക്കളോട് ക്രൂരത കാണിച്ചതെന്ന് പറയുന്നു.
പോളിന ഈ രണ്ട് ഗുരുതരാവസ്ഥയിൽ കണ്ടെത്തിയ രണ്ട് നായ്ക്കളെയും ഇപ്പോൾ ചികിത്സിച്ചു വരികയാണ്. അവർ നിയമ നടപടിയുമായി മുന്നോട്ട് പോവുകയാണ്.